ഹലോ ഫ്രണ്ട്സ്, വി സി വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിന് ശേഷം എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലൊരു ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ചിലവാകും? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുമെന്നുള്ളതല്ല, മറിച്ച് ഞാൻ എൻ്റെ ട്രിപ്പിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് വളരെ ചിലവ് കുറച്ച് ഒരു അടിപൊളി യാത്ര പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ ഇന്ത്യയിലെ 14 സ്റ്റേറ്റ് 30 ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഏകദേശം ഒരു 9000 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ 30 ദിവസം കൊണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു യാത്രയിൽ ഏകദേശം 35,000 റുപ്പീസാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി എനിക്ക് ചിലവായത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഒരു യാത്ര ഞാൻ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ, മുന്നേ ഒരു വെൽ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇതിലും വളരെ ചിലവ് കുറച്ച് എനിക്ക് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം ചിലവ് കുറച്ച് ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ. നമുക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ എക്സ്പെൻസ് വരുന്നത് 3 കാര്യങ്ങളിലാണ്. ആദ്യത്തേത് പെട്രോൾ, അതുപോലെ തന്നെ ഫുഡ്, ദെൻ സ്റ്റേ. ഈ 3 കാര്യങ്ങൾ നമുക്കെങ്ങനെ മാക്സിമം ചിലവ് ചുരുക്കി പ്ലാൻ ചെയ്യാം എന്നതിനെപ്പറ്റി ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ പെട്രോളിൻ്റെ ചിലവ്. ഈ പെട്രോളിൻ്റെ ചിലവ് പലർക്കും പല രീതിയിലായിരിക്കും. കാരണം പലരുടെയും വണ്ടി വ്യത്യസ്തമായിരിക്കും. CC കുറഞ്ഞ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടാവും, CC കൂടിയ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ പെട്രോളിൻ്റെ അളവും അതുപോലെ തന്നെ പെട്രോളിന് വേണ്ടി ചിലവാക്കുന്ന എമൗണ്ടും ഒക്കെ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 20,000 രൂപ നിങ്ങളുടെ പെട്രോളിന് ഏകദേശം ഒരു 20,000 രൂപ ചിലവ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക ഈ 30 ദിവസത്തെ യാത്രയിൽ. അപ്പം നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബൈക്കിൻ്റെ പിറകിൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, നിങ്ങൾ 2 പേരായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ പെട്രോളിൻ്റെ നിങ്ങൾ ചിലവാക്കുന്ന പൈസ നമുക്ക് നേരെ പകുതിയാക്കാം. അതായത് ഈ 20,000 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് 10,000 രൂപ മാത്രമേ അവിടെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു പെട്രോളിൻ്റെ നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ നിങ്ങൾക്കവിടെ കുറക്കാം. ഇനി അടുത്തത് നിങ്ങളുടെ സ്റ്റേ. ഈ 30 ദിവസത്തെ യാത്രയിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ക്ഷീണം, എല്ലാവരും നല്ല ടയർഡാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു സ്റ്റേ ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് അടുത്ത ദിവസത്തെ യാത്ര നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് റൂം എടുക്കുക. ആ റൂം എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ പല സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ പല ബുക്കിംഗ് സൈറ്റ് ഉണ്ട്, ഹോട്ടൽ ബുക്കിംഗ് സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വല്ല ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എത്തുന്നതിന് മുമ്പേ നിങ്ങൾ ആ സ്ഥലത്തെ ഹോട്ടൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ റേറ്റിനുള്ളൊരു ഹോട്ടൽ, അതിൻ്റെ റിവ്യൂവും കൂടെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ റേറ്റിനുള്ളൊരു ഹോട്ടൽ നിങ്ങളവിടെ ബുക്ക് ചെയ്തിടുക. അതൊരു നല്ല ഓപ്ഷനാണ്. ഇത് നമുക്കൊരു ചുരുങ്ങിയ ചിലവിൽ ട്രാവൽ ചെയ്യാനുള്ള. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റേയിൽ നിങ്ങളുടെ ചിലവ് ചുരുക്കാനുള്ളൊരു ഓപ്ഷനാണ്. അതല്ലാതെ നിങ്ങൾക്ക് സാധാരണ ഒരു 600 രൂപയാണ് നിങ്ങൾക്കൊരു ഹോട്ടലിൻ്റെ റെൻറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ 600 രൂപ കൊടുത്തേ മതിയാവും. നിങ്ങൾ 2 ആളാണെങ്കിലും ആ 600 രൂപ നിങ്ങൾ 2 ആളും കൂടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 ആളുണ്ടെങ്കിൽ ആ 600 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് പെർ ഡേ 300 റുപ്പീസിൽ കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ 30 ദിവസത്തെ യാത്രയിൽ 18,000 രൂപ 18,000 നിങ്ങൾക്ക്
അതിനു വേണ്ടി ചിലവാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നേർപകുതി 9,000 മാത്രമേ നിങ്ങൾക്ക് ആ ഹോട്ടലിന് വേണ്ടി നിങ്ങൾ പേ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നേരെ മറിച്ച് ഒരു 4 പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 600 രൂപ എന്നുള്ളത് കൂടി പോയാൽ ഒരു എക്സ്ട്രാ ബെഡും കൂടി എടുത്തു കഴിഞ്ഞാൽ 800 രൂപ. അപ്പോൾ പെർ ഹെഡ് 200 റുപ്പീസ് മാത്രമേ വരൂ. ഇത് ഒരു ഓപ്ഷനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 4 പേരുള്ളൊരു ടീമായിട്ട് പോവുക. അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, എല്ലാം കൊണ്ടും ആ ഒരു ഇതായിരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു, നിങ്ങൾക്ക് പോയി ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ. അതിൽ കൂടുതൽ ആൾക്കാരായാൽ പിന്നെ പല ഇഷ്യൂസും അതും ഇതൊക്കെ ഉണ്ടാകും. നിങ്ങൾ അതേ മൈൻഡുള്ളൊരു 4 ആൾക്കാർ, ആ 4 ആൾക്കാരുമായിട്ട് ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി അടുത്ത കാര്യമാണ് ഫുഡ്. ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണ്. വെയിലത്ത് മഴയത്തും എല്ലാമായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ടയേർഡാവും. അപ്പോൾ ഫുഡ് ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പക്ഷേ ഒരു ലിമിറ്റിന് കഴിക്കുക. ഓവറായിട്ട് വലിയൊരു എക്സ്പെൻസ് അതിനു വേണ്ടി ചിലവാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം കുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സ്വന്തം കുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് 30 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ നിങ്ങൾക്ക് ചിലവാകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ മാക്സിമം ചിലവ് ചുരുക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കിൻ്റെ മെയിൻ്റനൻസ്, അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവ്, അതിൻ്റെ അകത്തൊന്നും നിങ്ങൾക്കൊന്നും കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി ബൈക്കിൻ്റെ മെയിൻ്റനൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ചില ആൾക്കാരുണ്ടാവും. അത് അനാവശ്യ പർച്ചേസ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെ പുറമെ ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. നിങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു വേറൊരു വീഡിയോ ഉണ്ട്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്ലാൻ, അടുത്തൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് നിങ്ങൾ എന്തായാലും ഒരു മാസം മുമ്പെങ്കിലും ഒരു ചെറിയ സ്റ്റഡി, അതിനെപ്പറ്റി ഒരു ചെറിയ സ്റ്റഡി നടത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ചിലവ് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.